തെറ്റ് കൃത്യമായിട്ട് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ കത്തും വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിഷേധിച്ചത് എന്ന് കൃത്യമായിട്ട് അതിൻ്റെ ഡേറ്റ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ കൃത്യമായിട്ട് പുറത്തുവിട്ടല്ലോ സണ്ണീൻ്റെ തന്നെ കാര്യത്തിൽ. അത് നിങ്ങൾ അറിഞ്ഞാൽ മതി, നിങ്ങൾ അറിഞ്ഞാൽ ഇല്ലില്ല. അങ്ങനെ ഒരു മാനദണ്ഡം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ പത്തനംതിട്ടയിൽ ആരും ഒരാൾ പറഞ്ഞു ചോദിച്ചില്ല. അതാണോ ഉടനെ അതിലേക്കാണല്ലോ വേറെ പിടിക്കാൻ? നിങ്ങൾക്ക് എന്ത് അങ്ങനെ CPM-ന്റെ നേതാവ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ നിങ്ങളുടെ നേതാവല്ലാതെ ബ്രാഞ്ച് സെക്രട്ടറി പോലും CPM-ന്റെ നേതാവായിട്ട് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അതാ നിങ്ങളുടെ നിലപാട്. അതാ നിങ്ങളുടെ നിലപാട്. ബ്രാഞ്ച് പാർട്ടി ലോക്കൽ കമ്മിറ്റിയും വേണ്ട, ബ്രാഞ്ച് സെക്രട്ടറിയെ തന്നെയോ അല്ലെങ്കിൽ DYFIയുടെ യൂണിറ്റ് പ്രസിഡന്റിനെ തന്നെയും നേതാവായിട്ട് അവതരിപ്പിക്കുന്ന രീതിയാണ് നിങ്ങളുടെ രീതി. അതൊന്നും ആർക്കും അറിയില്ല. നിങ്ങൾ ധരിക്കണ്ട. പാർട്ടിക്ക് പറയാനുള്ളതെല്ലാം പാർട്ടി തന്നെ പറഞ്ഞോളൂ. അത് മഹിളാ സോസിയേറ്റും പറയേണ്ട കാര്യമൊന്നുമില്ല. അത്രയേ ഉള്ളൂ. അത് അവരോട് ചോദിച്ചാൽ മതി. അല്ല, നിയമം മാത്രമൊന്നുമല്ല, കോൺഗ്രസിന് കോൺഗ്രസ്സായിട്ട് തുടരാനാവാത്ത പ്രതിസന്ധി ഉണ്ടായേ. അതാ കാര്യം. നിങ്ങളിപ്പോ അതിനെ ന്യായീകരിക്കാനും അതിനെ പാർവതീകരിച്ച് അതൊരു വലിയ മൂല്യം എന്ന ബോധത്തോടു കൂടിയാണെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. കാരണം എന്താ പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിട്ടുള്ള മാക്കൂട്ടത്തിലായിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയുടെ നേതൃത്വം നൽകിയത്. നിങ്ങൾ എന്ത് സസ്പെൻഷനായിരുന്നു? എന്തടിസ്ഥാനത്തിൽ സസ്പെൻഷനായിരുന്നു? സസ്പെൻഷനിൽ കിടക്കുമ്പോഴാണല്ലോ അവിടെ പോയിട്ട് കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖമായ സ്ഥാനത്ത് നിന്ന് ആ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ചുക്കാൻ പിടിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും പിന്നെ ഈ അതിജീവിതയുടെ കത്ത് മുഖ്യമന്ത്രിക്ക് കിട്ടി എന്ന് പറഞ്ഞ നിമിഷത്തിലാണ് ഓഫീസും കൂട്ടി മുങ്ങിയത്. ആ മുങ്ങിയതിന് ശേഷം പുറത്തു പോകുന്നില്ല, ഇതേവരെ പുറത്തു പോകുന്നില്ല. മുകേഷ് കുറെ കൊല്ലായ വരാൻ തുടങ്ങിയിട്ട് അതിനപ്പുറമൊന്നും വന്നില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, അതിനെ എവിടെയാ പറയാൻ വന്നു. അതിനുശേഷം നിങ്ങൾ ഒന്നും പറഞ്ഞു കഴിഞ്ഞിട്ടില്ലല്ലോ, ഇത്തിരി കൊല്ലായല്ലോ. അല്ല, അക്കാര്യത്തിൽ ഞങ്ങളെടുത്ത ആര് നടപടി എടുത്തതായിരിക്കുന്നത്? അല്ല, CPM-ൽ അംഗം പോലുമല്ലോ അവര്. അത് മനസ്സിലായില്ലേ? കേക്ക് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാണ്ട് ചർച്ച. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് ആർക്കറിയാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ രാഹുൽ മാക്കൂട്ടത്തിനെ സംരക്ഷിക്കേണ്ടുന്ന സംരക്ഷകരായി പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സെറ്റിന്റെ ഭാഗമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞോളാന്ന്, ഞാനല്ലേ പറയുന്നത്. നിങ്ങൾ ചോദ്യം ചോദിച്ചോ. ചോദ്യത്തിന് ഞാനല്ലേ മറുപടി പറയുന്നു. ചോദിച്ചോ, ഞാൻ മറുപടി പറയാം. ഏതാ ചോദ്യം? എന്ത് നടപടി എന്ന് ചോദിക്കും. ഏതാ നടപടി, എന്താ പ്രശ്നം ചോദിക്കും. എന്താ പിന്നെന്താ? അതെ, അതായത് അത് ഒരു MLA മാത്രമല്ലല്ലോ, നിരവധി MLA-മാരുണ്ടല്ലോ. CPM-ൽ മാത്രമല്ലല്ലോ, കോൺഗ്രസിലില്ലേ രണ്ടാള് ജയിലിൽ കിടന്നവരെന്നെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ കോൺഗ്രസിന്റെ. ഇല്ലേ? നിങ്ങൾ മറന്നുപോകുന്നതിനാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മറന്നു പോകുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതായത് കോൺഗ്രസിന്റെയും BJP-യുടെയും നൂറുകണക്കിന് MLA-മാര് ഇന്ത്യയുടെ വിവിധ മേഖലയിലും കേരളത്തിലും ഇപ്പോഴും MLA-മാരായി തുടരുന്നുണ്ട്. എനിക്ക് പാർട്ടി അംഗമല്ലല്ലോ മുകേഷ്. ഇപ്പോഴും പാർട്ടി അംഗം പറയല്ല, അന്നുമല്ല ഇന്നുമല്ല. പിന്നെ ആരെ എഴുന്ന് പുറത്താക്കാൻ, ഏഴ് നിലപാടെടുക്കാൻ സ്വതന്ത്രം. അല്ല, ഞാൻ തന്നെ പദവി ചോദിച്ചല്ലോ. അല്ല, ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതായത് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, 10-12 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തി എന്ന് പറയുന്ന ഒരു പരാതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് കേസ്. ആ കേസ് എന്താണോ നിലപാട് വരുന്നത് അപ്പോൾ നമുക്ക് എടുക്കാം. അല്ലാതെ ഇതുപോലെ തെളിവുമായി മുന്നോട്ടേക്ക് വന്നിട്ടില്ല ഒരാളും. അന്നത്തെ കേസ് ഇപ്പോഴും തുടരുകയാണ്. ആ കേസിന്റെ കേസ് വിശദീകരിക്കുകയാണ്. മുകേഷ് പാർട്ടി അംഗമല്ല, അതുകൊണ്ടാണ് പാർട്ടി അംഗത്തിൽ പുറത്താക്കാൻ കഴിയാത്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഹൈക്കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ, മുൻകൂർ ജാമ്യത്തിൽ നീങ്ങുകയാണെങ്കിൽ വീണ്ടും ഒളിവിൽ തുടരാനും ഒളിവിൽ തുടർന്നുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് അവിടുത്തെ ചാൻസ് എന്താകും എന്ന് നോക്കാനുമാണ് രാഹുലിന്റെ തീരുമാനമെങ്കിൽ ഒളിവ് ജീവിതം തുടരും, SITക്ക് പണിയും കൂടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.